കുറച്ച് ദിവസമായിട്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ട് പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നുമില്ല. എല്ലായിടത്തെ പോലെ ഇവിടെ മഴയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയില്ല. പിന്നെ വീട്ടിൻ്റെ അകത്ത് വലിയ സംഭവങ്ങളുണ്ടായിരുന്നില്ല, വീഡിയോ എടുക്കത്തക്ക വിശേഷങ്ങളുണ്ടായിരുന്നില്ല. അപ്പോൾ മഴയൊക്കെ ഒതുങ്ങിയൊരു ദിവസം ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാണ്. മഴ മാറിക്കഴിഞ്ഞാൽ എല്ലാവരും പോണൊരിടാണ് വെള്ളച്ചാട്ടം. അവിടേക്ക് തന്നെയാണ് ഞങ്ങൾ പോണത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് മരൂട്ടിച്ചാൽ. ഇത്രയും അടുത്തുള്ള സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മുന്നൊന്നും പോയിട്ടില്ലല്ലോ. ലോകം മുഴുവൻ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും അടുത്തുള്ളൊരു വെള്ളച്ചാട്ടം കാണാനായിട്ട് ആദ്യമായിട്ടാണ് പോണത്. അപ്പം എനിക്ക് ഇങ്ങനെ വണ്ടിയുമ്മ ബൈക്കുമ്മ ഉലകം മുഴുവൻ ചുറ്റാനായിട്ട് നല്ല ഇഷ്ടമാണ്. കാറിലൊന്നും എനിക്ക് പറ്റില്ല, ഛർദ്ദിക്കാൻ വരും. അതതിലിരുന്ന് ശീലമില്ലാണ്ടാവാം. പിന്നെ ചെറുപ്പത്തിലേ ഉള്ളതാണ് യാത്ര ചെയ്യുമ്പോൾ ഛർദി ഉള്ളത്. കാറാണ് എനിക്ക് തീരെ പറ്റാത്തത്. ഓട്ടോറിക്ഷ ഒന്നും എനിക്ക് വലിയ കുഴപ്പമില്ല. ഏറ്റവും ഇഷ്ടം ബൈക്കിൽ പോകാനാണ്. അപ്പോൾ രേൺഷണ്ണായാലത് അങ്ങനെ ബൈക്കിൽ പോകാൻ തന്നെയാണ് രേൺഷണ്ണും. വണ്ടി ഓടിച്ച് പോകാൻ അങ്ങനെ മടുപ്പൊന്നുമില്ല. ആൾക്കും തന്നെയാണ് ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ കുന്നമ്മലയും കയറി അങ്ങെത്താറായി. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ രേൺഷേട്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നടക്കാനുണ്ട്, കുറച്ച് നടക്കണം. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കൊന്നും വണ്ടി എത്തില്ല, കുഴപ്പമില്ല. കാടും മലയൊക്കെ താണ്ടി നടക്കാനൊക്കെ ഇഷ്ടമുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് നടക്കാനായിട്ട് വഴി പോലും ഇല്ലാത്തൊരു സ്ഥലമാണെന്നുള്ളത് മനസ്സിലായത്. ഇതാണ് വെള്ളച്ചാട്ടത്തേക്കുള്ള ഒരു വഴി. ഇതുപോലെ പല വഴികളും ഉണ്ട് കേട്ടോ. അത് അവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പല സൈഡിലും ആൾക്കാർ നിൽക്കുമ്പോൾ ഇത് കൂടാണ്ട് വേറെ വേറെ വഴികളുണ്ട് എന്നുള്ളത്. ഞാൻ വിചാരിച്ചു ഈ ഒരൊറ്റ വഴി തന്നെ ഉള്ളൂ എന്ന്. ഇപ്പം ഈ കാണുന്ന വഴി ഇനി കുറച്ച് കഴിയുമ്പോൾ ഇല്ല, പിന്നെ ഒരു നടപ്പാത മാത്രമേ ഉള്ളൂ. അതിൽ കൂടെയൊക്കെ എങ്ങനെയാണ് നടക്കുക എന്നുള്ളത് ദൈവത്തിന് മാത്രം അറിയാം. അത്രയും ദുർഘടമായൊരു വഴിയായിരുന്നു അത്. എന്നാലും ആ വഴി താണ്ടി അങ്ങോട്ട് എത്തണത് നല്ലൊരു വെള്ളച്ചാട്ടത്തേക്ക്. അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇന്ന് പട്ടിക്കുട്ടന്മാരൊന്നും കിട്ടിയില്ല, പകരം ഒരു പൂച്ചക്കുട്ടനെ കിട്ടി. നല്ലൊരു ഇണക്കുള്ളൊരു പൂച്ച. എൻ്റെ കൂടെയൊക്കെ വരാനായിട്ട് ആൾ തയ്യാറാണ്, പക്ഷെ ഞാൻ കൂടെ കൂട്ടിയില്ല. ഇവിടെ ഏതോ ഒരു പരിസരത്തുള്ള വീട്ടിലത്തെയാണെന്ന് മനസ്സിലായി. ഇതിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, വീഡിയോയിൽ കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. ആ പേരയിൽ നിറച്ച് പേരൊക്കെയായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് നിൽക്കുമ്പോൾ രേൺഷേട്ടൻ ചോദിക്കുന്നത്, ഇതൊക്കെ എന്തിനാണ് നീ വെറുതെ വീഡിയോ ഒക്കെ എടുക്കണമെന്ന്. വെറുതെ ഒരു രസം കാണുന്നത്, എനിക്ക് എൻ്റെ മനസ്സിന് ഇഷ്ടം തോന്നണതൊക്കെ ഞാൻ വീഡിയോ എടുക്കണ്ട, അത്രയേ ഉള്ളൂ. ഇപ്പം എൻ്റെ മുഖത്ത് വിരിഞ്ഞിട്ടുള്ള ഒരു മുഖഭാവം ഈ ഒരു കാഴ്ച കണ്ടിട്ടായിരുന്നു. എങ്ങനെയാ ഇത് കടക്കണ്ടേ, വന്ന വഴി തിരിച്ചോടണമെന്ന് വരെ ചിന്തിച്ചു. ഇത് കുറച്ച് ദൂരമല്ല ഇങ്ങനെ കിടക്കണത്, നല്ലോണം വഴി ഇങ്ങനെ ചളി മടയേറ്റാണ് കിടക്കണത്. പിന്നെ എങ്ങനെയോ ഇപ്പുറത്ത് ഈ ഒരു കനാലിൻ്റെ തിണ്ടത്തൂടെ ഞാൻ നടന്നു. അത് നോക്കി നടന്നില്ലെങ്കിൽ ഞാൻ മോന്തടിച്ച് വീഴും. അത്യാവശ്യം ദൂരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ചളിക്കുണ്ട്. അങ്ങനെ അവിടുത്തെ നടത്തം കഴിഞ്ഞ് ഇനിയുള്ളത് ഈ റബ്ബറും തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ്. അത് കുറച്ച് വഴിയുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദമൊക്കെ ഇങ്ങോട്ട് കേൾക്കാം. ഞാൻ വീണ്ടും ഇതിൻ്റെ മുകളിൽ കൂടെ കയറി നടന്നു കേട്ടോ. അടിയിൽ ചെളി തന്നെയാണ് ഉള്ളത്. വണ്ടികൾ പോയിട്ടാന്ന് തോന്നുന്നു. 2 വീലറൊക്കെ ഒരു പരിധി വരെ അവിടേക്ക് എത്തിക്കുന്നുണ്ട്. അത് ഏത് വഴിയാണെന്ന് ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. ഞങ്ങളും ബൈക്കിൽ തന്നെയാണ് വന്നത്. പക്ഷെ അത് അവിടെ ഉള്ളവരൊക്കെ ആവും, അവർക്കൊക്കെ ആ ഭാഗത്തുള്ള വഴികൾ കൂടുതൽ അറിയും. പിന്നെ ഞങ്ങൾ കിട്ടിയ വഴിക്ക് നടക്കാൻ തയ്യാറായി വന്നവർ തന്നെയാണ്. അപ്പോൾ നേരെ വെള്ളച്ചാട്ടം ഒരേ ഭാഗം കണ്ടു തുടങ്ങി. ഈ ഒരു പാലണ്ട, ഒരു കുഞ്ഞൊരു കൈവരി കണ്ട നടന്ന് പോവാം. ആ പടവുകളൊന്നും മര്യാദയ്ക്കല്ല, അതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിട്ടൊക്കെ എടുക്കണം. നോക്കി നടക്കന്നെ വേണം. എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുണ്ടായിരുന്നത് പാമ്പും പിന്നെ അട്ടയായിരുന്നു. അട്ടയൊന്നും ഈ ഭാഗത്തില്ല എന്ന് തോന്നുന്നു. ഉണ്ടെങ്കിൽ എന്തായാലും ഒരെണ്ണെങ്കിലും മേല് കയറിയാനെ. അത് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായില്ല. കുറച്ച് നേരം നിൽക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ വന്നു, ഭഗവനെ അട്ട ഉണ്ടാവുമോ എന്ന്. കാലുമൊക്കെ നോക്കിയപ്പോൾ കുഴപ്പമില്ല. പിന്നെ അത് മറന്നു കേട്ടോ. ശരിക്കും വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ശബ്ദമൊക്കെ കേൾക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ അവിടേക്ക് എത്തണം. കണ്ട, വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകാനുള്ള ഒരു വഴിയാണ്. വീണ്ടും ഒരു 2 സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ഈ വെള്ളച്ചാട്ടത്തേക്ക് എത്തും. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. വെള്ളച്ചാട്ടം കാണാൻ ഭംഗി ഉണ്ടായിരുന്നു എന്ന് പറയേണ്ട കാര്യമില്ല, അതൊരു ഭംഗിയുള്ള കാഴ്ച തന്നെയാണ്. എന്നാലും ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് പോയിട്ട് നിൽക്കാം.
നിൽക്കാൻ പാടില്ല എന്ന് തോന്നുന്നു. എന്നാലും കുറച്ചടുത്ത് വരെ ഞങ്ങൾ നിന്നു. കണ്ട അവിടെ കുറച്ച് ചെരുപ്പൊക്കെ ഊരി വെച്ച് നോക്കണത്. ഇവിടെ വരയ്ക്ക് ശരിക്കും നമുക്ക് എൻട്രി ഉള്ളൂ, ഇവിടെ നിന്ന് അങ്ങോട്ട് കടക്കാൻ പാടില്ല. അപ്പോൾ ഈ ചെരുപ്പൊക്കെ ഊരി വെച്ചിട്ട് കുറച്ച് ചേട്ടന്മാർ ഇത് കടന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട്. അതാണ് കറക്റ്റ് വെള്ളച്ചാട്ടം, നല്ല ഹൈറ്റിൽ വരുന്നത്. യൂട്യൂബിലെടുത്ത് നോക്കിയാലും അതങ്ങനെ കാണില്ല ആ വീഡിയോ ഒന്നും, കാരണം അത് അവിടെ കടക്കാൻ പാടില്ല. അപ്പോൾ പിന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനും പറ്റില്ലല്ലോ. ഈ ഭാഗമൊക്കെ കാണുമ്പോൾ ഓരോ സിനിമകൾ ഇങ്ങനെ വെറുതെ മനസ്സിലേക്ക് വരും. ഈ ഭാഗം ഉണ്ടോയെന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എനിക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഈ ഒരു തിണ്ട് കണ്ട ഇതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് പുലിവാൽ കല്യാണത്തിൽ ഒരു പാട്ട് സീനുണ്ട്, ആ ഒരു ഭാഗം ഓർമ്മ വന്നത്. വെള്ളം ഇത്തിരി ഫോഴ്സ് കുറഞ്ഞിട്ടാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കാലൊക്കെ ഇട്ടാട്ടി വരായിരുന്നു. പക്ഷെ അത് പറ്റണില്ല, നല്ല ശക്തി ഉണ്ട്. ഇവിടെ മാത്രം ഇത്തിരി കുറവുള്ളൂ, അങ്ങോട്ട് ചെല്ലും തോറും നല്ല ശക്തിയിലാണ് വരുന്നത്. എന്തെങ്കിലും അപകടം വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ശ്രദ്ധിക്കണ്ടേ. അപ്പം ഞാൻ ഇത്തിരി അങ്ങോട്ട് പോകുമ്പോൾ രേൺഷേട്ടൻ അവിടെ നിന്നിട്ട് ചീത്ത പറയുന്നുണ്ട്. എനിക്കുള്ളിൽ പേടിയുണ്ട്, രണ്ടുമുണ്ട്, ചീത്തയുണ്ട് പേടിയുണ്ട്. കുറേ ദിവസം നല്ല മഴയായ കാരണേ വെള്ളത്തിന് നല്ല ശക്തിയിൽ തന്നെയാണ് വരണത്. കുറച്ച് സമയമൊക്കെ നിന്ന് കണ്ടു. അപ്പോൾ രേൺഷേട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇനി അടുത്ത സ്ഥലം ഇതിൻ്റെ താഴേക്ക് നമുക്ക് നടന്ന് ചെല്ലാൻ പറ്റും, അങ്ങോട്ട് പോവാന്ന്. അപ്പോഴേക്കും അടുത്ത ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ പിന്നെ അവർക്ക് ഈ സ്ഥലമൊക്കെ വിട്ടുകൊടുത്ത് ഞങ്ങൾ താഴേക്ക് പോകുന്നു. ഈ വെള്ളച്ചാട്ടത്തേക്ക് ആരും കടത്തി വിടാത്തതിൻ്റെ കാര്യം കണ്ട, ഇതാണ് ഒരു സംഭവം. ഇവിടെ നിന്നിട്ടാണ് കാണാനായിട്ട് പറ്റുള്ളൂ നമുക്ക്. അപ്പോൾ ഇവർ ഫെൻസിങ് ഒക്കെ വെച്ചിട്ടുണ്ട്, ഈ സൈഡിലും ഫെൻസിങ് വെച്ചിട്ടുണ്ട്, വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക് കടക്കണോടത്തും വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായി ശ്രദ്ധിച്ച് വരേണ്ട ഒരു സ്ഥലമാണ് അത്. കാരണം ഇത് അധികം അങ്ങനെ ആളുകളിലേക്ക് എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു സ്ഥലത്തിനെ പറ്റിയിട്ട് എനിക്കറിയില്ല, അതിനെപ്പറ്റി കൂടുതലായിട്ട്. എന്ന് വെച്ചാൽ ഇവിടെ വന്ന സമയത്ത് അത്ര വലിയ തിരക്ക് കണ്ടില്ല. പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഫാമിലികൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുഞ്ഞു കുട്ടികളൊക്കെ ആയിട്ടാണ് അധികം വരുന്നത്. അങ്ങനെ വരാൻ പറ്റിയൊരു സ്ഥലമേ അല്ല. കുട്ടികളെ സേഫായിട്ടൊരു സ്ഥലത്ത് നിർത്താൻ കൂടി നമുക്കതിൽ പറ്റില്ല. ഈ ഒരു വഴി ഞാൻ കണ്ടേ ഇല്ല. ഇതിങ്ങനെ ഇപ്പോൾ ഒരു വഴിയായിട്ടുണ്ട് എന്നുള്ളത് ഇറങ്ങുമ്പോഴാണ് മനസ്സിലാവുന്നത്. വെള്ളച്ചാട്ടത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഒരു വഴിയേ ഞാൻ കണ്ടില്ല കേട്ടാ. ഇതിൻ്റെ അടുത്ത് നിന്ന് ഞാൻ വീഡിയോ ഒക്കെ എടുത്തതാ. പിന്നെ ഞാൻ നോക്കുമ്പോൾ രജനീഷേട്ടൻ ഇതിങ്ങനെ സ്റ്റെപ്പായിട്ട് ഇറങ്ങുക ചെയ്യണത്. ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു, പക്ഷെ നടക്കില്ല. അങ്ങനെ ഞാൻ എടുത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായാലും എന്നെ ആ വെള്ളത്തിൽ നിന്ന് കോരേണ്ടി വന്നേനെ. ചെരുപ്പൊരു കൈ പിടിച്ചിട്ട് തന്നെ ഇറങ്ങണം. ഒന്നാമതേ ഞാൻ ഇട്ടിട്ടുള്ള ആ ഒരു ചെരുപ്പ് അങ്ങനത്തെ ചെരുപ്പായിരുന്നു. ഒരു വിധത്തിൽ താഴേക്ക് എത്തി. ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ പാറയമൊക്കെ ഭയങ്കര വഴുക്കലാന്ന്. ഞാൻ വെറുതെ പറയണതല്ല, അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള വഴുക്കലൊന്നും ഇല്ല. ചില ഭാഗത്തുണ്ട് എന്നുള്ളൂ, അത് നമുക്കത് കാണുമ്പോൾ അറിയാം. എന്നാലും ഞാനൊരു കാല് വെച്ച് വഴുക്കലില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് ഞാൻ വെക്കുന്നുണ്ടായിരുന്നുള്ളൂ. എന്തെങ്കിലും പറ്റി പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ശ്രദ്ധിച്ച് തന്നെ ഞാൻ മുന്നോട്ട് നടക്കണ്ടായിരുന്നത്. കാണാനായിട്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. മുകളിലുള്ള കാഴ്ചയെല്ലാം താഴെ ആ വെള്ളം വന്ന് കുത്തി ഒഴുകണമൊക്കെ കാണാൻ നല്ല ഭംഗി തന്നെയായിരുന്നു. ശരിക്കും നല്ല വെയിൽ ഉദിച്ച സമയത്താണെങ്കിൽ കുറച്ചും കൂടിയും നമുക്ക് ഈ പാറമ നടക്കാനായിട്ടൊരു ധൈര്യമൊക്കെ ഉണ്ടായേനെ. പിന്നെ നല്ല രസം ഉണ്ടായേനെ. അപ്പോൾ ചിലപ്പോൾ ഇത്രയും വെള്ളം ഉണ്ടാവില്ല, വെള്ളത്തിന് ഇത്രയ്ക്കും പവറിൽ വരുന്നുണ്ടാവില്ല. കണ്ടോ വെള്ളച്ചാട്ടം ഇവിടെ നിന്ന് ഏതൊക്കെയോ സിനിമകളൊക്കെ എനിക്ക് മനസ്സിലേക്ക് വരുന്നത്. ചിലപ്പോൾ ഇതൊന്നും ആവില്ല, എന്നാലും എനിക്കിതിങ്ങനെ കാണുമ്പോൾ കുറേ പാട്ട് സീനും കുറേ സിനിമകളുടെ സീനുകളും പിന്നെ ഇങ്ങനെ ഒഴുകി പോകുമ്പോഴും കവിതയോ പാട്ടോ എന്തൊക്കെയോ മനസ്സിൽ കിടന്ന് വിരിയുന്നുണ്ട്. എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാനാട്ടോ കൂടുതൽ ഇഷ്ടം. അല്ലാണ്ട് യാത്ര എന്ന് പറഞ്ഞിട്ട് സിറ്റിയുടെ ഉള്ളിലേക്ക് പോകുക അതൊന്നും എനിക്ക് അത്രയ്ക്ക് വലിയ ഒരു പുതുമയായിട്ടോ വലിയ ഇഷ്ടമൊന്നും തോന്നില്ല. പോയി കണ്ടു പോരാമെന്നല്ലാണ്ട് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോവുകയാണെങ്കിൽ ശരിക്കും മനസ്സ് തന്നെ വേറൊരു ലോകത്ത് തന്നെ നമ്മൾ. ഞാൻ ഈ വെള്ളച്ചാട്ടത്തേക്ക് പോയി വന്നിട്ട് ഒരു ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഷോർട്സ് കണ്ടിട്ട് എൻ്റെ അനിയത്തി എന്നെ വിളിച്ചിട്ട് ഇതുപോലുള്ള സ്ഥലത്തേക്കാണോ പോയത്, ഇത്രയും അപകടം പിടിച്ച സ്ഥലത്തേക്കാണോ പോയെന്ന് പറഞ്ഞിട്ട് ഒരു ദേഷ്യത്തിൻ്റെ ഇമോജി ഇട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, നീ ഇപ്പോൾ ഈ ഷോർട്സ് അല്ല കണ്ടുനോക്കണത്, ഇനി അതിൻ്റെ ഒരു വലിയൊരു വീഡിയോ ഞാനിടാം, അപ്പം നീ കണ്ടു നോക്ക് ഞാൻ എത്ര വലിയ സാഹസികതയാണ് ചെയ്തു നോക്കണമെന്ന്. ഇപ്പം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും എന്നെ വിളിക്കും,
എന്തെങ്കിലുമൊക്കെ ചീത്തയും പറയും. പറഞ്ഞിട്ട് കാര്യമില്ല, എന്നാൽ അവൾക്കറിയാം എനിക്കറിയാം, ഞാനിത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഇതിൻ്റെ ഇടയിൽ വേറെ കാര്യം പറയട്ടെ. ഞാൻ ഈ പാറയുടെ അടുത്തേക്ക് നടക്കണതും അതൊക്കെ രേൺഷേട്ടൻ്റെ അടുത്ത് പറയാം, അവിടെ പോയി നിൽക്ക്, ഇവിടെ പോയി നിൽക്ക്, ഞാൻ വീഡിയോ എടുത്തരാന്ന്. ഞാൻ രേൺഷേട്ടൻ്റെ അടുത്ത് ചോദിച്ചു വന്നിട്ട്, നിങ്ങളെന്നെ കൊല്ലാൻ കൊണന്നതാണോ? അവിടെ പോയി നിൽക്ക്, ഇവിടെ പോയി, അത്ര അടുത്തൊന്നും പോയി നിൽക്കാനുള്ള ധൈര്യമില്ല. അപ്പോൾ അങ്ങോട്ട് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് നടന്ന് പോയതോ, വഴുക്കലില്ലേ, ധൈര്യമായിട്ട് പൊക്കോന്ന്. സംഭവം അവിടെ പോയി നിന്നപ്പോൾ നല്ല വീഡിയോ ഒക്കെ കിട്ടിയിട്ടാണ്. പിന്നെ ഇപ്പോൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് 2 ആൾക്കാരെ നിൽക്കണ വേണ്ട, അവരുടെ അടുത്ത് ചോദിച്ചിട്ട് തന്നെയാട്ടാ ഞാൻ വീഡിയോ എടുത്തത്. അവർ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി വന്നുട്ടോ. അതൊക്കെ ഇത്തിരി കൂടിയ കൈയൊക്കെയാണ് അവർ ചെയ്യണത്. 2 ആണും 2 പെണ്ണായില്ല, 2 പേരാണ് ഇറങ്ങി വന്നിട്ടുള്ളൂ. ബാക്കി 2 ആൾക്കാർ പതുക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ചെന്ന സമയത്ത് ഞങ്ങളായിരുന്നു ആദ്യത്തെ ആൾ. പിന്നെ അതിന് മുന്നേ കുറച്ച് ചേട്ടന്മാരായിരുന്നു. അവരൊന്നും ഞങ്ങൾക്ക് കാണാൻ കിട്ടിയില്ല, അവർ കാട് കയറി ഉള്ളിലേക്ക് പോയി. കുറച്ചധികം സമയം ഞങ്ങളിവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടു. ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കയറുന്ന സമയത്ത് ഓരോരുത്തർ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇനി അവരായിക്കോട്ടെ, നമുക്കെന്തായാലും ആവശ്യത്തിലേറെ വീഡിയോയും കിട്ടി. പിന്നെ ആരും ഉണ്ടായിരുന്നില്ല ശല്യപ്പെടുത്താനൊന്നും. അപ്പം ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് അങ്ങോട്ട് കയറാണ്. ചെരുപ്പിട്ട് എന്തായാലും കയറാനോ ഇറങ്ങാനോ പറ്റില്ല. എനിക്ക് പറ്റണില്ല. ഈ ചേട്ടനൊക്കെ ചെരുപ്പിട്ടിട്ട് തന്നെയാണ് ഇറങ്ങണത്. ഞാൻ ഈ കുന്ന് ഫുള്ള് ഇറങ്ങിയത് ഇങ്ങനെ ഇരുന്നാണ്. എനിക്ക് ഇരിക്കാണ്ട് ഇറങ്ങാനേ പറ്റണ്ടായിരുന്നില്ല. കാലിൻ്റെ മുട്ടൊക്കെ വിറയ്ക്കുക ചെയ്യണ്ടായിരുന്നത്. അപ്പോൾ ആ ചേട്ടൻ അവിടെ വീഴാൻ പോയിണ്ടായിരുന്നു. അതാണ് ഞാൻ ചിരിച്ചുകൊണ്ട് കയറി വരുന്നത്. പെട്ടെന്ന് ബാലൻസ് പോയി വിറച്ച് അവിടെ ഒരു നിലവാ. അങ്ങനെ ആ കുന്നും മലയൊക്കെ കയറൽ കഴിഞ്ഞ് ഈ ഒരു കാട്ടിലേക്ക് എത്തി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് സാധാരണ പടവ് വഴിയും ചെളി വഴിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്ക് കിടക്കാം. അപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫാമിലി ആയിട്ടൊക്കെ തന്നെയാണ് അധികം വന്ന് നോക്കുന്നത്. ചെറിയ കുട്ടികളെ കൊണ്ടാണ് വന്ന് നോക്കുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇവരെടുത്ത് തന്നെ നിൽക്കണം, അല്ലാണ്ട് ആ കുട്ടികളെ നിലത്തിറക്കി വെക്കാനായിട്ട് ഒരു സ്ഥലമില്ല. ഇവിടെ കാടാന്ന് പറഞ്ഞിട്ടേ, ഇതിപ്പോൾ നടന്നു പോകുന്നത് റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ്. ഒരു സൈഡ് റബ്ബറും തോട്ടം, ഒരു സൈഡ് കാടും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഫുള്ള് റബ്ബറും തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് നടന്നു പോകുന്നത്. ഒരു പിടി കിട്ടാത്ത കാട് ഇത്. പോണ വഴിക്കാണെങ്കിൽ ഒരു കുരങ്ങിനെയോ മയിലിനെയോ അങ്ങനെ ഒന്നും കണ്ടില്ല. ഈ കാടിൻ്റെ മനുഷ്യരായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കണതല്ലേ ഈ കുരങ്ങനും മയിലൊക്കെ. എപ്പോഴും കാടിൻ്റെ പുറത്തല്ല ഉണ്ടാവുക. അങ്ങനെ ഒന്നിനെയും കണ്ടില്ല. ഞാൻ കുറേയൊക്കെ തപ്പി. പിന്നെ പോണ വഴിക്കാണ് ഒരു മയിലിനെ കണ്ടത്. രേൺഷേട്ടൻ അവിടെ നിന്നിട്ട് വന്ന വഴി കൂടെ അല്ല, വേറെ വഴി കൂടെ പോകാൻ എന്തെങ്കിലും കാഴ്ചകൾ ഉണ്ടെങ്കിലോ എന്ന് കരുതി. അങ്ങനെ പോണ വഴിക്കാണ് കേട്ടോ ഞങ്ങളൊരു മയിലിനെ കണ്ടത്. കണി കാണാൻ കിട്ടിയില്ല, അപ്പോഴേക്കും പറന്നു. ഇത് ബുള്ളറ്റിൻ്റെ ശബ്ദമായ കാരണം ഇനി അത് പറന്നു പോകണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ചെന്ന് വീഡിയോ എടുത്തതാണ്. പക്ഷേ കണ്ട വഴിക്ക് പറന്നു പോയി. ഒരു ആൺമയിലും പെൺമയിലായിരുന്നു ഉള്ളത്. പിന്നെ കണ്ട ഒരു സ്ഥലമാണ് ഇത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതൊരു റബ്ബറും തോട്ടമായിരുന്നു തോന്നുന്നു. അങ്ങ് ദൂരെ ഒരു ലോറി നിൽക്കുന്നുണ്ട്, അതിൽ തടി കഷ്ണങ്ങൾ കയറ്റുന്നുണ്ട്. അപ്പം ഇത് റബ്ബറും തോട്ടമാവാൻ തന്നെയാണ് ചാൻസ്. ഇനി അടുത്ത വേറെ എന്തോ ഒരു കൃഷിക്കാൻ തോന്നുന്നുണ്ട് ഇവർ ഈ ഭൂമിയെ ഒരുക്കണത്. ആ ലോറി കാണാൻ നല്ല ഭംഗിയുണ്ട്. പഴയ ഒരു മോഡൽ ലോറിയാണ്. ഇപ്പം അധികം അങ്ങനെ അത് കാണാറില്ല. കണ്ട, ഒരു സൈഡ് റബ്ബറും തോട്ടം, ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് വൃത്തിയാക്കി നോക്കുന്നത്. രേൺഷേട്ടൻ അവിടെ നിന്നാലും ലൊക്കേഷൻ അങ്ങനെ നോക്കണ്ട, ഇനി ഇവിടെ നിന്ന് ഇങ്ങട് എന്നുള്ളത് അതാണ് തപ്പിക്കൊണ്ടിരിക്കണത്. അങ്ങനെ ഒരു കാടിൻ്റെ അടുത്തൂടെ തന്നെയാണ് ഞങ്ങൾ പോയത്. ഇവിടെയൊക്കെ ഇലക്ട്രിക് ഫെൻസിങ് കെട്ടിയിട്ടുണ്ട്. അപ്പം മനസ്സിലായി ആനയൊക്കെയുള്ള ഒരു ഏരിയ ആണ്. കുറച്ച് ദൂരം അങ്ങനെ കാടുണ്ടായിരുന്നു. ഇതിൻ്റെ അടുത്തൊക്കെ ചിമ്മിനി ഡാമൊക്കെ. ഇനി ഒരിക്കൽ അങ്ങോട്ടൊക്കെ പോകണം, അതിരപ്പള്ളി ചിമ്മിനി ഡാം. ഇപ്പം എന്തായാലും ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പം അങ്ങോട്ടൊന്നും എത്താനുള്ള സമയമില്ല. ഞങ്ങൾ ഇത്രയും കാഴ്ചകൾ കണ്ട് തിരിച്ച് വരുന്ന വഴി പിള്ളേർക്ക് ചായക്ക് എന്തെങ്കിലും മേടിക്കാമെന്ന് കരുതി ഒരു ചായക്കടയിൽ നിർത്തിയതാണ്. രേൺഷേട്ടൻ അങ്ങനെ പോകുമ്പോൾ ഇടയ്ക്ക് ചായയൊക്കെ കുടിക്കുന്ന ശീലമുണ്ട്. എനിക്ക് അങ്ങനത്തെ ശീലമില്ലാത്ത കാരണം ഞാൻ അവിടെ നിന്നില്ല. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു അമ്പലം, പാടം കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. അപ്പം ഞാനിവിടെ വന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. കണ്ട, പാടത്തിൻ്റെ നടുക്കൊരു ശിവൻ്റെ അമ്പലം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള സ്ഥലത്ത് മയിലുണ്ടാവുമല്ലോ, അത് വെച്ച് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. മയിലിനൊന്നും കണ്ടില്ല. ആ 2 മയിലിനെ കണ്ടത് തന്നെയുള്ളൂ. 2 മയിലല്ല, വേറൊരു മയിലിനും കൂടിയും കണ്ടു. 4 മയിലിനെ കണ്ടു. 2 എണ്ണത്തിന് വീഡിയോ എടുക്കാൻ പറ്റി. കയറിയൊന്നുമില്ല കേട്ടോ, അമ്പലത്തേക്ക് കയറിയൊന്നുമില്ല.
നമ്മൾ അമ്പലത്തേക്ക് വരുന്ന രീതിയിലേക്ക് വന്നിട്ടുള്ളതല്ലല്ലോ, വെറുതെ കറങ്ങാൻ വന്നതല്ലേ. അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ നല്ല രസമുണ്ട്. ഇവിടെയുള്ളവർക്കൊക്കെ ഇങ്ങനെ നടക്കാനും ഇരിക്കാനും അങ്ങനെ ഒരു സ്ഥലമുണ്ട്. ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഭാഗമൊന്നും ഇല്ല. അങ്ങനെ പാടം അങ്ങനത്തെ ഏരിയ ഒന്നും ഞങ്ങളുടെ അവിടെ ഇല്ല. അതങ്ങനെയാണല്ലോ, കിട്ടാത്ത കാര്യം കാണുമ്പോഴല്ലേ നമുക്ക് കൊതി തോന്നാൻ. കിട്ടിയതിനെ പറ്റി നമ്മൾ കൊതിക്കില്ലല്ലോ. അപ്പോൾ ചായക്കടയിൽ വന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വേണ്ടത് എണ്ണി ഞാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് മെയിനായിട്ട് വേണ്ടത് പഴംപൊരി ആയിരുന്നു. അതവിടെ അവരുണ്ടാക്കണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി ഞങ്ങളുടെ വീട്ടിലേക്ക് പോണ വഴിയാണ്. ഇതടുത്തൊരു പാടത്തിൻ്റെ ഏരിയ. ഇവിടെ കുറച്ച് പ്രത്യേകതയൊക്കെ ഉണ്ട്. ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. നടന്ന് ക്ഷീണിച്ച് കഴിഞ്ഞാൽ ഇരിക്കാം. ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ സുഖം. ഒന്ന് ഉച്ചതിരിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി അപ്പുറപ്പുറമുള്ളവരെ കാണാനും വർത്തമാനം പറയാനും ഇരിക്കാനും നല്ല രസമല്ലേ. പഴയ ഓർമ്മകളൊക്കെ വരുന്നു ഇതൊക്കെ കാണുമ്പോൾ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ വിശേഷങ്ങൾ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.